നമസ്കാരം. കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അൻസാർ ബുസ്താൻ. കുറ്റിപ്പുറം ബ്ലോക്ക് പരിധിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ നബാർഡിന്റെ മേൽനോട്ടത്തിൽ കഴിഞ്ഞ 3 വർഷമായി പ്രവർത്തിക്കുന്ന നാളികേര കർഷകരുടെ കൂട്ടായ്മയായ നിള ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷന്റെ 2023-2024 സാമ്പത്തിക വർഷത്തെ വാർഷിക പൊതുയോഗം പൂക്കാട്ടിരി HLP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. നിള FPO ചെയർമാൻ വള്ളൂരാൻ സൈനുദ്ദീൻ അധ്യക്ഷനായ യോഗം കുറ്റിപ്പുറം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PCA നൂർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ഡയറക്ടർ വിനോദ്, കൃഷി ഓഫീസർ ജുമൈല, നബാർഡ് ജില്ലാ മേധാവി റിയാസ്, ഈസാഫ് FPO സംസ്ഥാന മേധാവി റോയ് എന്നിവർ സംസാരിച്ചു. നിള ഭരണസമിതി വൈസ് ചെയർമാൻ റഷീദ് കീഴ്ശ്ശേരി, അംഗങ്ങളായ അബ്ദുൽ കരീം KP, ഹസീന, വിശ്വനാഥൻ, ശങ്കരനാരായണൻ, സിക്കന്ദർ ബാബു, ജബ്ബാർ കുരുക്കൾ, ഹാരിസ്, CEO സുരേന്ദ്രൻ, അക്കൗണ്ടന്റ് ജിതേഷ് എന്നിവർ നേതൃത്വം നൽകുകയും ചെയ്തു. ശ്രീ റോയ് കാലാവസ്ഥ അതിജീവന കൃഷിയെക്കുറിച്ചും PP ജമാൽ കാർബൺ ന്യൂട്രലിറ്റിയെക്കുറിച്ചും ക്ലാസുകൾ സംഘടിപ്പിച്ചു. 100ഓളം ഓഹരി ഉടമകൾ പങ്കെടുത്ത വാർഷിക പൊതുയോഗത്തിൽ ഓഡിറ്റ് റിപ്പോർട്ടും സാമ്പത്തിക അവലോകനവും പുതിയ പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകളും നടത്തി. നിള സമിതി അംഗങ്ങളായ മോഹനകൃഷ്ണൻ സ്വാഗതവും ഷെരീഫ് നന്ദിയും പറഞ്ഞു. നിള എന്ന പേരിൽ നമ്മളെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള തെങ്ങ് കർഷകരെ സംഘടിപ്പിച്ചു കൊണ്ടിട്ടുള്ള ഒരു ലിമിറ്റഡ് കമ്പനിയായി രൂപീകരിച്ചിട്ടുള്ള ഒരു സംഘടന. അതിന്റെ വാർഷിക പൊതുയോഗമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കുറ്റിപ്പുറം ബ്ലോക്കില്, മലപ്പുറം ജില്ലയിൽ തന്നെ കുറ്റിപ്പുറം ബ്ലോക്കിലാണ് കുറേയൊക്കെ കാർഷിക മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കർഷകരുള്ളത്. മാത്രമല്ല, അതുപോലെ തന്നെ ഇരുമ്പുളിയം, മെടയൂര് പോലുള്ള പഞ്ചായത്തുകളിലൊക്കെ ഒരുപാട് കൃഷിക്കാർ നിറഞ്ഞു നിൽക്കുന്ന ഒരു പഞ്ചായത്തുകളാണ്. ഇവിടെയൊക്കെ നെൽകർഷകരുണ്ട്, അതുപോലെ തന്നെ തെങ്ങ് കർഷകരുണ്ട്. ഇത് തെങ്ങ് കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് കർഷകർക്ക് വേണ്ട സഹായം ചെയ്തു നൽകുക എന്നുള്ള ഒരു സംവിധാനവുമായി കൊണ്ടാണ് നിള പ്രൊഡ്യൂസർ കമ്പനി എന്നൊരു കമ്പനി ഇവിടെ രൂപീകരിച്ചിട്ടുള്ളത്. അവര് തേങ്ങ കർഷകർക്ക്, തെങ്ങ് കർഷകരുടെ പ്രയാസങ്ങളൊക്കെ ദൂരീകരിക്കുവാനും അവരുടെ പ്രയാസങ്ങൾ നികത്തുവാനും അവർക്ക് വേണ്ട സഹായ സൗകര്യങ്ങളൊക്കെ ചെയ്യുവാനും വേണ്ടിയുള്ള ഈ കമ്പനി തുടക്കം കുറിച്ച് കുറച്ചായി പ്രവർത്തനമായി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും നല്ല ഒരു വാർഷിക സമ്മേളനം തുടക്കം കുറിച്ച് ഒരു നല്ലൊരു പരിപാടിയുമായി അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുക കൂടി ചെയ്യും. നിള ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി അതുപോലെ തെങ്ങുമായിട്ട് ബന്ധപ്പെട്ട FPC ആണ്. അപ്പൊ തെങ്ങിന്റെ എല്ലാ കാര്യങ്ങളും ഇവർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം റിയാസ് സാർ ഇവിടെ പറഞ്ഞു മയ്യിൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയെ പറ്റി. അതെന്ന് പറയുമ്പോൾ നെല്ല് തുടക്കം തൊട്ട് അവസാനം വരെ അവർ ചെയ്യുന്നുണ്ട്. അതായത് നെൽവിത്തും വളങ്ങളും എല്ലാം കർഷകർക്ക് കൊടുത്ത് അവരെ ഇന്ന് തന്നെ നമ്മൾ സപ്ലൈക്കോ കൊടുക്കുന്ന വിലയേക്കാളും കൂടുതൽ വിലയിൽ സംഭരിച്ച് അത് വിൽക്കുന്നു, അവർ തന്നെ അതിലാക്കുന്നു, അവരതുമായിട്ട് വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നു. അതാണ് അവരുടെ പ്രവർത്തനങ്ങൾ വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾക്കിപ്പം ഓൾറെഡി നമ്മൾ തേങ്ങ ഇടൽ ചെയ്യുന്നുണ്ട്, ഇപ്പം ഇനി തേങ്ങ പൊളിച്ചു കൊടുക്കുന്നത് ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാത്തിനും ആദ്യം പ്രൊഡക്ഷൻ കൂട്ടണം. നമ്മളിവിടെ തെങ്ങിന് ഏറ്റവും കുറവുള്ളത് പ്രൊഡക്ഷൻ. അപ്പൊ നമ്മൾ തുടക്കം തൊട്ടേ ചെയ്യുകയാണെങ്കിൽ ഒരു തേങ്ങയായി വരുന്നത് മിനിമം 2 വർഷം കൊണ്ടാണ് തേങ്ങയായി വരുന്നത്. അപ്പൊ നമ്മള് ഈ ജൈവവളം കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ എന്റെ ഒരു നിർദ്ദേശം എന്ന് പറയുമ്പോൾ നമ്മൾ തെങ്ങ് തടം തുറക്കുന്നതിനും ആൾക്കാർക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. അപ്പൊ അതും കൂടി ഇതിലൂടെ തുടങ്ങുകയാണെങ്കിൽ ഇപ്പൊ വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും ചെയ്യണം എന്നാണ് പറയുന്നത്. അതിപ്പം എന്റെ വീട്ടിലും കുറെ തെങ്ങ് കൃഷിക്കുള്ള ആളാണ്, എനിക്കറിയുന്നതാണ്. നമ്മൾ 2 വർഷത്തിലൊരിക്കൽ ചെയ്യും, അതും രാസവളങ്ങൾ ഇടൂല. അങ്ങനെയൊക്കെയാണ് മിക്കവാറും എല്ലാവരും ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ച് പ്രൊഡക്ഷൻ കുറയും. നമ്മൾ ഏത് FPC ഉണ്ടാക്കിയിട്ടും പ്രൊഡക്റ്റ് കിട്ടിയാലല്ലേ നമുക്ക് അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ. പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല. എംപയർ കോളേജ് ഓഫ് സയൻസ്, മൂടാൻ, കുറ്റിപ്പുറം, മലപ്പുറം.